നമ്മൾ കഴിഞ്ഞ ദിവസം 57-ാമത്തെ മന്ത്രം വിചാരം ചെയ്തു. ഇപ്പോൾ 58-ാമത്തെ മന്ത്രത്തിലേക്ക് കിടക്കുകയാണ്. ശരാവസ്തോദകേ നഷ്ടേ തസ്തോ ഭാനുർ വിനഷ്ടവത് ബുദ്ധേർലയേ തഥാ സുപ്തൗ നഷ്ടവത് പ്രതിഭാത്യയം. ശരാവസ്തോദകേ നഷ്ടേ തസ്തോ ഭാനുർ വിനഷ്ടവത്. ശരാവ് എന്ന് പറഞ്ഞാൽ പരന്ന തൊട്ടി. തൊട്ടിക്കകത്തുള്ള ജലം ഉള്ളപ്പോൾ ആ ജലത്തിൽ ചന്ദ്രൻ്റെയോ സൂര്യൻ്റെയോ പ്രതിബിംബം കാണാം. എന്നാൽ ആ ജലം നഷ്ടമായാൽ, ഒഴുകിപ്പോയാൽ, അതിൻ്റെ പുറത്തോട്ടുള്ള വാൽവ് തുറന്നു വിട്ട് ആ ജലം മുഴുവനും ഒഴുകിപ്പോയാൽ അതിനകത്ത് പ്രതിബിംബിച്ചു കൊണ്ടിരുന്ന സൂര്യൻ അല്ലെങ്കിൽ ചന്ദ്രൻ കാണുകയില്ല. ആ പ്രതിബിംബം ബിംബത്തോട് ചേരുന്നു. പ്രതിബിംബിക്കാനുള്ള ആധാരമുണ്ടായിരുന്നപ്പോൾ പ്രതിബിംബിച്ചു, ഇല്ലാത്തപ്പോൾ അത് ബിംബവുമായിട്ട് ഏകീഭവിക്കുന്നു. അതുപോലെ ബുദ്ധേർ ലയേ തഥാ സുപ്തൗ, അതുപോലെ സുഷുപ്തിയിൽ, ഉറക്കത്തിൽ, ഗാഠനിദ്രയിൽ ഈ ബുദ്ധി ലയിക്കുന്ന അവസരത്തിൽ ആ ബുദ്ധിയിൽ പ്രതിബിംബിക്കുന്ന ചിതാഭാസൻ, ആ ആത്മപ്രതിബിംബം ജീവനും ഇല്ലാത്തതുപോലെ അനുഭവപ്പെടുന്നു. നമ്മൾ ഉറങ്ങുന്ന അവസരത്തിൽ, ഗാഠനിദ്രയിൽ നമുക്ക് ബോധമില്ല, പക്ഷേ നമ്മുടെ പ്രജ്ഞ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ പ്രതിബിംബം ഇല്ലാതാകുന്നു. തൊട്ടിയിലെ വെള്ളം ഇല്ലാതാകുമ്പോൾ ഏതുപോലെയാണോ പ്രതിബിംബ സൂര്യൻ ഇല്ലാതാകുന്നത്, അതുപോലെ ഗാഠനിദ്രയിൽ ബുദ്ധി ലയിക്കുമ്പോൾ, ലീനമാകുമ്പോൾ ആ ബുദ്ധിയിൽ പ്രതിബിംബിച്ചിരുന്ന ആത്മപ്രതിബിംബം, ജീവാത്മാവ്, പരമാത്മാവിൻ്റെ പ്രതിബിംബവും ഇല്ലാതാകുന്നത് പോലെ കാണപ്പെടുന്നു. ഇല്ലാതാകുന്നില്ല, ഇല്ലാതാകുന്നത് പോലെ കാണപ്പെടുന്നു. ഇത് ജാഗ്രത അവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ കുറിച്ച് ബോധവാനായി ആ ബോധനിലയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ ആരാണോ സദാ നിലനിർത്തുന്നത് അയാളാണ് ഈ ജന്മത്തിൽ നേടേണ്ടത് നേടുന്നത്. ഈ ജന്മത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഏത് നിമിഷവും നമ്മുടെ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് പിരിയുന്നതിന് മുൻപ് ഏതൊരു മനുഷ്യജീവിയാണോ ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ഇതെന്നും ഇങ്ങനെ പറയുമ്പോൾ ഇത് വളരെ നിസ്സാരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ആ നിസ്സാര കാര്യത്തിൽ നിങ്ങൾ എത്രമാത്രം ശ്രദ്ധാലുവായിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തിക്കൊള്ളണം. നിങ്ങൾ അതിൽ ശ്രദ്ധാലുവായിട്ടുണ്ടോ? ഈ നാമരൂപധാരിയായ ഞാനല്ല, ഞാൻ കുട്ടപ്പനല്ല, ഗോപാലകൃഷ്ണനല്ല, ദുർഗാനന്ദ സരസ്വതിയല്ല. ദുർഗാനന്ദ സരസ്വതി എന്ന് പറയുന്നതും അത് അജ്ഞാനമാണ്. ഞാനെന്ന് പറയുന്നത് ശുദ്ധ ബ്രഹ്മം. അഹം ബ്രഹ്മേതി നിശ്ചിത്യ അഹം ബ്രഹ്മേതി വിജ്ഞാനാത് കൽപ്പകോടി ശതാർജിതം സഞ്ചിതം വിലയം യാതി പ്രബോധാത് സ്വപ്നകർമ്മവത്. അധ്യാത്മോപനിഷത്ത് പറയുന്നതാണ്. ഇതെല്ലാം ഉപനിഷത്ത് ജ്ഞാനങ്ങളാണ്. അഹം ബ്രഹ്മേതി വിജ്ഞാനാത്, ഞാൻ ആ ബ്രഹ്മം തന്നെ. ഏതാ ബ്രഹ്മം? എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യമെന്ന് പറയുന്നത് അവിദ്യോപഹിത ചൈതന്യം. അത് ബ്രഹ്മം അവിദ്യയുമായിട്ട് ചേർന്നിരിക്കുന്നത് കൊണ്ട് അതിനെ അവിദ്യോപഹിത ചൈതന്യം എന്ന് പറയും. അത് മായയുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ മായോപഹിത ചൈതന്യം, ഈശ്വരൻ. നമ്മുടെ എല്ലാവരുടെയും അതാണ് ആ ഈശ്വരനെക്കുറിച്ചുള്ള മന്ത്രം ഭഗവത്ഗീതയിൽ പറയുന്നത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി.
മായയാകുന്ന ഉപാധിയോട് ചേർന്നിരിക്കുന്നു ആ ഈശ്വരൻ. എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ. ആ അറിവിലേക്ക് ഉണരുന്നതിന് വേണ്ടിയാണ് അമ്പലങ്ങളൊക്കെ സ്ഥാപിച്ച് ഈശ്വര സങ്കല്പം നിലനിർത്തി വിഗ്രഹം പ്രതിഷ്ഠിച്ച് അതാ ഈശ്വരനാണ് എന്നുള്ള ഭാവത്തിൽ നമ്മുടെ ശ്രദ്ധയെ അവിടെ നിലനിർത്തി ആ ശ്രദ്ധയെ വികസിപ്പിച്ച് ബലപ്പെടുത്തി അതിനെ ഇതുപോലെയുള്ള സത്സംഗങ്ങളിലൂടെ തൻ്റെ ഉള്ളിലേക്ക് മാറ്റുന്നു, ഉദ്ധരിപ്പിക്കുന്നു. വിഗ്രഹത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഉദ്ധരിപ്പിക്കുന്നു. അതുവരെ നമുക്ക് അമ്പലങ്ങൾ ആവശ്യമാണ്, വിഗ്രഹങ്ങൾ ആവശ്യമാണ്. അതൊന്നും അജ്ഞാന കേന്ദ്രങ്ങളല്ല, അതെല്ലാം സ്റ്റെപ്പ് സ്റ്റോൺസ്, ചവിട്ടുപടികളാണ്. തൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറുന്നതിനുള്ള ചവിട്ടുപടികൾ. ആളുകൾ അതൊക്കെ അന്ധവിശ്വാസ കേന്ദ്രങ്ങളാണെന്ന് ആക്ഷേപിച്ചാലും അതിനൊന്നും നമ്മൾ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഈ പറയുന്ന ആളുകൾക്ക് പുനർജന്മമുണ്ടെന്ന് പോലും വിശ്വാസമില്ല. ഈ ശരീരം മാത്രമേ ഉള്ളൂ, ഈ ജന്മം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന മതങ്ങളാണ് ഏത്? ഇസ്ലാം മതം, ക്രിസ്തു മതം, യഹൂദ മതം. ഈ 3 മതങ്ങൾക്കും പുനർജന്മത്തിൽ വിശ്വാസമില്ല. അതേസമയത്ത് ഭാരതത്തിലുള്ള മതങ്ങളിൽ ഹിന്ദുമതം, ജൈനമതം, ബൗദ്ധമതം ഇതെല്ലാം പുനർജന്മത്തിൽ വിശ്വാസമുള്ളവരാണ്. അവർക്കെല്ലാം ആശയങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും അടിസ്ഥാന തത്വത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാം പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ പുനർജന്മം എന്ന് പറയുന്നത് ഈ ശരീരത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം തീരുമ്പോൾ ഈ ശരീരത്തിൽ നിന്നും ജീവൻ പിരിയുന്നു. എങ്ങനെയാണ് പിരിയുന്നത്? അവിദ്യയോടൊപ്പം ചേർന്ന് അവിദ്യോപഹിത ചൈതന്യമായിട്ടാണ് പിരിയുന്നത്. ആ പിരിഞ്ഞാൽ വീണ്ടും കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ പറഞ്ഞു, ആ പിരിയുന്ന ആത്മാക്കൾ പ്രേതാത്മാക്കളായിട്ട് മാറുന്നു, ദേവതാത്മാക്കളായിട്ട് മാറുന്നു. അതെല്ലാം ഓരോരുത്തരുടെ നിലവാരത്തിനനുസരിച്ച്. സ്വാമി ഭാവത്തിലൊക്കെ ഇരുന്ന് ആത്മസാക്ഷാത്കാരം നേടിയിട്ടില്ല, അവർ ശരീരം വെടിയുന്നതിന് മുൻപ് ആത്മസാക്ഷാത്കാരം നേടിയിട്ടില്ല എങ്കിൽ ആത്മസാക്ഷാത്കാരം നേടുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ പറഞ്ഞ മന്ത്രം അഹം ബ്രഹ്മേതി വിജ്ഞാനാത് കൽപ്പകോടി ശതാർജിതം സഞ്ചിതം വിലയം യാതി. കൽപ്പകോടി ശതാർജിതം, 100 കണക്കിനുള്ള കൽപ്പങ്ങളിൽ ജീവിച്ചിരുന്ന ആളാണെങ്കിൽ പോലും അപ്പോഴെല്ലാം ഏതെല്ലാം മനുഷ്യ ശരീരങ്ങളിൽ ജീവിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ രൂപരേഖ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. അതനുസരിച്ച് നാം ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടി ഓരോരോ ശരീരങ്ങളിലേക്ക് ഇങ്ങനെ ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കുന്നതിനെയാണ് സംസാരം എന്ന് പറയുന്നത്. ആ സംസാരത്തിലേക്ക് പോകേണ്ട എങ്കിൽ അതിനുള്ള അവസരമാണ് മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ കിട്ടുന്ന ഈ സുവർണാവസരം. എത്രമാത്രം അതിനെ തിരിച്ചറിഞ്ഞ് ഓരോരുത്തരും അതിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉണർത്തുന്നുണ്ട്. നിസ്സാരമായിട്ട് നേടാവുന്നതാണ്. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, എന്നിലെ ഞാനല്ല യഥാർത്ഥ ഞാൻ. പിന്നെയോ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന എന്നിലെ താൻ. ഒന്ന് ചിന്ന ഞാൻ, അവിദ്യോ ഉപഹിത ചൈതന്യം. പെരിയ ഞാൻ, എന്നിലെ താൻ. എന്നിലെ താൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വര ചൈതന്യം, മായോപഹിത ചൈതന്യം. രണ്ടും ഞാൻ തന്നെയാണ്. ഒന്ന് ചിന്ന ഞാൻ, മറ്റത് പെരിയ ഞാൻ. എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന അവിദ്യോപഹിത ചൈതന്യവും ബ്രഹ്മം തന്നെയാണ്. എങ്ങനെ ഇരിക്കുന്നു? അവിദ്യയുമായിട്ട് ചേർന്നിരിക്കുന്നത് കൊണ്ട് അതിനെ അവിദ്യോപഹിത ചൈതന്യം എന്ന് പറയുന്നു. അതാണ് നിങ്ങളിലെ ഞാൻ, നാമരൂപധാരി. കുട്ടപ്പൻ, ഗോപാലകൃഷ്ണൻ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ എന്നീ ഭാവത്തിലിരിക്കുന്ന നാമരൂപധാരിയായ ഞാൻ, ലിമിറ്റഡ് ഐ. മറ്റത് അൺലിമിറ്റഡ് ഐ. ഏത്? എന്നിലെ താൻ.
ഏത്? മായോപഹിത ചൈതന്യം, മായയാകുന്ന ആവരണത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ആത്മചൈതന്യം, ആ ബ്രഹ്മം എങ്ങനെ ഇരിക്കുന്നു? സാകാര രൂപത്തിലിരിക്കുന്നു. അവിദ്യോപഹിത ചൈതന്യവും സാകാര രൂപത്തിലിരിക്കുന്നു. മായോപഹിത ചൈതന്യവും സാകാര രൂപത്തിലിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിലുള്ള ബ്രഹ്മം നിരാകാര രൂപത്തിൽ, അതിന് രൂപമില്ല, നാമരൂപരഹിതം. ഇത് അഹം ബ്രഹ്മേതി വിജ്ഞാനാത് കൽപ്പകോടി ശതാർജിതം സഞ്ചിതം. സഞ്ചിതം എന്താണ്? സഞ്ചിത കർമ്മം. ഇപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രാരബ്ധ കർമ്മം. ഈ പ്രാരബ്ധം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ ആഗാമി കർമ്മം എന്ന് പറയുന്നു. അപ്പോൾ 3 തരത്തിലുള്ള കർമ്മങ്ങൾ: ആഗാമി കർമ്മം, സഞ്ചിത കർമ്മം, പ്രാരബ്ധ കർമ്മം. ഏതൊരാളാണോ ഈ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ തരത്തിലുള്ള സത്സംഗങ്ങൾ കേട്ട് ഞാനെന്ന് പറയുന്നത് ഈ കർത്തൃഭാവത്തിലും ഭോക്തൃഭാവത്തിലും ഇരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഏതൊരു ചൈതന്യം ഈ ശരീരത്തിലില്ലെങ്കിൽ ഈ ഞാനിന് നിലനിൽപ്പില്ലയോ ആ ചൈതന്യം അതാണ് എന്നിലെ താൻ, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത എന്ന് പറയുന്നത് അതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഭാര്യയെ ഉപേക്ഷിക്കേണ്ട, മക്കളെ ഉപേക്ഷിക്കേണ്ട, കുടുംബം ഉപേക്ഷിക്കേണ്ട, ജോലി ഉപേക്ഷിക്കേണ്ട. ബി വിത്ത് എവ്രിതിങ്. എല്ലാത്തിൻ്റെയും നടുക്കിരുന്നു കൊണ്ട് എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അറിവിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. ഫ്രം ദ ലിമിറ്റഡ് ഐ ടു ദ അൺലിമിറ്റഡ് ഐ. ലിമിറ്റഡായി നാമരൂപധാരിയായ ഞാൻ. അത് മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. ഞാൻ ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ, നായർ, ഈഴവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലിമിറ്റഡായി, അതല്ല ഞാൻ. പിന്നെ ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ചൈതന്യം. ത്രിഷു ധാമസു യത് ഭോക്താ ഭോഗ്യം ഭോഗശ്ച യത് ഭവേത് തേഭ്യോ വിലക്ഷണ സാക്ഷി. ത്രിഷുധാമം, 3 ധാമങ്ങൾ ഏതാണ്? ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. ഈ 3 ധാമങ്ങൾക്കും സാക്ഷിയായിരിക്കുന്നവൻ, 3 ധാമങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവൻ ആരാണ്? ഞാൻ. ജാഗ്രത അവസ്ഥയിലെ ഞാൻ ആരാണ്? വിശ്വൻ. സ്വപ്നാവസ്ഥയിലെ ഞാൻ തൈജസൻ, തേജോമയൻ. സുഷുപ്തി അവസ്ഥയിലെ ഞാൻ പ്രജ്ഞാമാത്രൻ, പ്രാജ്ഞൻ. ഈ 3 പേരെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം, സാക്ഷി ചൈതന്യം. ആ സാക്ഷി ചൈതന്യമാണ് നിങ്ങളിലെ യഥാർത്ഥ ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അവനാണ് ആധ്യാത്മിക ജീവി. ആധ്യാത്മികതയുള്ളവൻ അവനാണ്. ഇല്ലാതെ താടി വളർത്തിയ കാഷായം ഇട്ടുകൊണ്ട് നടക്കുന്നവനൊന്നും അതല്ല. ഈ അറിവ് നില. ത്രിഷുധാമസു യത് ഭോക്താ ഭോഗ്യം ഭോഗശ്ച യത് ഭവേത് തേഭ്യോ വിലക്ഷണ സാക്ഷി. ആ സാക്ഷി ചൈതന്യമാണ് ഞാൻ എന്ന് ഏതൊരാളാണോ തിരിച്ചറിഞ്ഞ് സദാസമയവും ആ അറിവിൽ തന്നെ സദാ നിൽക്കുന്നത്, സദാ തൻ്റെ ശ്രദ്ധയെ അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് ശ്രദ്ധാവാൻ ബലവാൻ ഭവതി യോ യശ്രദ്ധ സ ഏവ സ. ആ ശ്രദ്ധ ആരിലാണോ സദാ ബലമായിട്ടിരിക്കുന്നത്. എന്താ ബലം? ഞാനിതല്ല, അത്. അതല്ലേ സാമവേദം ഉദ്ഘോഷിക്കുന്നത്? തത് ത്വമസി, നിസ്സാരം. തത്, അത്.
അതാണ് നീ, അത് നീയാകുന്നു. തത് ത്വമസി. ഏത്? നിൻ്റെ ഉള്ളിൽ, നിന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ടിരിക്കുന്ന ആ ചൈതന്യം, നീ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ചൈതന്യം, അത് നിന്നിലെ ഈ ജന്മത്തിനും സാക്ഷി, കഴിഞ്ഞ ജന്മത്തിനും സാക്ഷി, ഇതപര്യന്തം ഏതെല്ലാം ജന്മങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ ആ ജന്മങ്ങൾക്കെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, തന്നിലെ താൻ, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ബോധിച്ച് ആ അറിവ് നിലയിൽ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഒരു മന്ത്രം നിങ്ങൾ സദാ ഓർക്കണം എന്ന് പറഞ്ഞു. എന്താ? സോഹം. എന്താ അത്? സഹ അഹം. അവനാവുന്നു ഞാൻ, അവൻ ഞാൻ, സഹ അഹം. ഏത്? ആ സാക്ഷി ചൈതന്യം. ഇവിടെ ഒന്നും കാണാതെ പഠിക്കാൻ പറയുന്നില്ലല്ലോ, ഒന്നും കാണാതെ പഠിക്കണ്ട. ഈ അറിവ് നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നിൽ നിന്നും ഒഴിയണ്ട. ഭാര്യയെ കളയണ്ട, മക്കളെ കളയണ്ട. ബി വിത്ത് എവ്രിതിങ്. കണ്ടിന്യൂ ഇൻ ഓൾ ആക്ടിവിറ്റീസ്. ബി ഇൻ ദ വേൾഡ് ആൻഡ് ബി വിത്ത് ദ ഗോഡ്. ആ ഈശ്വര ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് സദാസമയവും എന്നിലെ ശിവം അതിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ മംഗളസ്വരൂപിയായിട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ അത് പിരിഞ്ഞാൽ ശവം. അതാണ് മന്ത്രം. ശിവോഹം, ശിവം, ശിവ അഹം. ആ മംഗളസ്വരൂപമാകുന്നു ഞാൻ. അതിനാണ് ആ മന്ത്രം പറഞ്ഞത്, ശിവോഹം. അത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും ഒക്കെ ചൊല്ലാവുന്ന മന്ത്രമാണ്. ശിവ, മംഗളസ്വരൂപം. ക്രിസ്ത്യാനിയിലിരിക്കുന്ന ചൈതന്യവും ഹിന്ദുവിലിരിക്കുന്ന ചൈതന്യവും മുസൽമാനിലിരിക്കുന്ന ചൈതന്യവും പാഴ്സിയിലിരിക്കുന്ന ചൈതന്യവും യഹൂദനിലിരിക്കുന്ന ചൈതന്യവും ഏകം. ഏകോ ദേവ. ഇത് അവർ പറയില്ല, അവർക്കറിയില്ല. ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മ. ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും ജൈനനിലും പാഴ്സിയിലും സിഖുകാരനിലും ഒക്കെ കുടികൊള്ളുന്ന, എല്ലാത്തിൽ കൂടിയും കടന്നു പോകുന്ന, വിദ്യാ വിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശോഭാകേച പണ്ഡിതാഹ സമദർശിനഃ. സമദർശി, അതാണ് ജ്ഞാനിയുടെ അവസ്ഥ. ജ്ഞാനി അതാണ് കാണുന്നത്. അവൻ ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയെയോ മുസൽമാനെയോ അല്ല കാണുന്നത്. ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും പക്ഷിമൃഗാദികളുടെയും വൃക്ഷലതാദികളുടെയും ഒക്കെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ഏകമായ ചൈതന്യത്തെയാണ് ആ ജ്ഞാനി കാണുന്നത്. അതാണ് ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന തത്വം. സനാതനധർമ്മത്തിലെ അടിസ്ഥാന തത്വം, വേദത്തിലെ അടിസ്ഥാന തത്വം. അതാണ് ഉപനിഷത്തുകൾ പ്രഖ്യാപിക്കുന്നത്. അതാണ് നമ്മളിവിടെ പറഞ്ഞ ഈ മന്ത്രം. ഇത് അധ്യാത്മോപനിഷത്തിലുള്ളതാണ്. വേദത്തിൻ്റെ അവസാന ഭാഗമാണ് ഉപനിഷത്ത്. അഹം ബ്രഹ്മേതി വിജ്ഞാനാത് കൽപ്പകോടി ശതാർജിതം സഞ്ചിതം വിലയം യാതി പ്രബോധാത് സ്വപ്നകർമ്മവത്. ഏതുപോലെ ഉറക്കത്തിൽ ഉറങ്ങിക്കിടന്നിരുന്നപ്പോൾ ഭീകരന്മാരുടെ പിടിയിലകപ്പെട്ടു, ഭീകരന്മാരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഉണർന്നുപോയി. ആ ഉണർന്ന സമയത്ത് ഭീകരന്മാരുമില്ല, യുദ്ധവുമില്ല. അതുപോലെ ഈ ലൗകികത്തിലുള്ള എല്ലാ കർമ്മങ്ങളും നിങ്ങൾ എന്നാണോ നിങ്ങളിലെ യഥാർത്ഥ ജ്ഞാനിലേക്ക് ഉണരുന്നത്, ഈ ജാഗ്രത അവസ്ഥയിലെ സർവവും സ്വപ്ന സമാനം, മിഥ്യ, ഉള്ളതേ അല്ല.
ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. കയറിനെ കണ്ടിട്ട് അത് കയറാണെന്ന് അറിയാതിരിക്കുമ്പോൾ ആ കയറിൽ ഏതു പ്രകാരമാണോ ഒരു പാമ്പിൻ്റെ ദർശനമുണ്ടാകുന്നത്, ആ ദർശനം മിഥ്യാദർശനം ഉള്ളതേ അല്ല, കയറാണ്. പക്ഷേ കയറാണെന്നറിഞ്ഞില്ല, അത് ചുറ്റി വളഞ്ഞു കിടന്നപ്പോൾ പാമ്പാണെന്ന് നമുക്ക് തോന്നി, മിഥ്യാസർപ്പം. അതുപോലെയാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും. കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ്? എന്നിലെ ഞാൻ. ആ ഞാനെന്ന് പറയുന്നത് ആരാണ്? മിഥ്യ, ഉള്ളതേ അല്ല. ഉള്ളതായിട്ടുള്ളത് തന്നിലെ താൻ. അപ്പോൾ ജാഗ്രത അവസ്ഥയിൽ വസ്തുബോധത്തിലേക്ക് ഉണർന്ന് ആ താൻ ഭാവത്തിലേക്ക് ഉണർന്നാൽ ഞാൻ ഭാവത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മിഥ്യാപ്രപഞ്ചം മുഴുവനും ഉള്ളപ്പോൾ തന്നെ ഇല്ലാതായിത്തീരും. ഉള്ളപ്പോൾ തന്നെ ഇല്ലാതായിത്തീരും. വീണ്ടും നമ്മൾ ഞാൻ ഭാവത്തിൽ ഈ നോക്കുന്ന അവസരത്തിൽ ഈ പ്രപഞ്ചത്തെ നാം കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ തിരിച്ചറിവിലൂടെ നാം അറിയും ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വപ്ന സമാനം മിഥ്യ. പ്രാരബ്ധം തീരുവോളം അത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. ആ പ്രാരബ്ധം തീരുന്നതിന് മുൻപ് ഏതൊരാളാണോ ഈ അറിവിലേക്ക് ഉണർന്ന് തന്നെ ഞാൻ ഭാവത്തിൽ നിന്ന് തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉദ്ധരിപ്പിക്കണം. അതാണ് ഭഗവത്ഗീതയുടെ ഉദ്ഘോഷം. എന്താ? ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉദ്ധരിപ്പിക്കണം. എവിടുന്ന്? ഫ്രം ദ ഞാൻ ഭാവ ടു ദ താൻ ഭാവ. രണ്ടും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഞാൻ ഭാവത്തിൽ, പരിമിത ഭാവത്തിലിരിക്കുന്നു, ലിമിറ്റഡ് ആയിട്ടിരിക്കുന്നു. ഈ ഞാനിൽ നിന്ന് നിങ്ങൾ എന്നാണോ നിങ്ങളെ തന്നിൽ തന്നെയുള്ള ആ താൻ ഭാവത്തിലേക്ക് ഉദ്ധരിപ്പിക്കുന്നത്, അപ്പോൾ നിങ്ങൾ ദിവ്യസ്വരൂപിയായിത്തീരും. ഈശ്വരഭാവത്തിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഭഗവത്ഗീത പറയുന്നത്, ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ ഇത് ചെയ്യണം. വേറെ ആർക്കും നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് നിങ്ങളെ ഉദ്ധരിപ്പിക്കാൻ കഴിയില്ല. ക്രെയിനോ JCBയോ കൊണ്ട് ഉദ്ധരിപ്പിക്കാൻ കഴിയില്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. കേട്ട് 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 കേട്ട്. അതാണ് ശ്രവണം തു ഗുരോഹ പൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. ശുകരഹസ്യോപനിഷത്ത് പറയുന്നു. ശ്രവണം തു ഗുരോഹ പൂർവം. ആദ്യം ശ്രവണം, ശ്രവിക്കണം, കേൾക്കണം. എന്താ കേൾക്കുന്നത്? നിങ്ങളിപ്പോൾ കേൾക്കുന്നത് എന്താണ്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ഞാനെന്ന് പറയുന്നത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ അല്ല, നായരോ നാടാരോ ഈഴവനോ ഒന്നുമല്ല. ഞാൻ നാമരൂപരഹിതമായ ആ ചൈതന്യം. നമ്മൾ നേരത്തെ ഒരു മന്ത്രം എപ്പോഴും പറയാറുണ്ട്, ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല എന്താ വിഷയാധിവർത്തി യത് ബ്രഹ്മ തത് ത്വമസി. ആ ബ്രഹ്മം നീയാവും, നിരാകാര ബ്രഹ്മം. ഇപ്പോൾ സാകാര രൂപത്തിൽ അജ്ഞാനവുമായിട്ട് ചേർന്ന് അജ്ഞാനോപഹിത ചൈതന്യമായിട്ട് ഇരിക്കുന്നതാണ് ഓരോരുത്തരിലെയും ഞാൻ ഭാവം. ആ ഞാൻ ഭാവത്തിൽ നിന്നാണ് നിങ്ങളെ ഉദ്ധരിപ്പിക്കേണ്ടത്. അത് കേട്ട് കേട്ട് ശ്രവണം തു ഗുരോഹപൂർവം, ദെൻ മനനം. എപ്പോഴും അതിനെക്കുറിച്ച് വിചാരം ചെയ്യണം. ഞാനിതല്ല, ഇതില്ലാത്തതാണ്, ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഉള്ളതായിട്ടുള്ളത് ഇതിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. ഏതാ സാക്ഷി? ജാഗ്രത അവസ്ഥയ്ക്ക് സാക്ഷി, സ്വപ്നാവസ്ഥയ്ക്ക് സാക്ഷി, സുഷുപ്തി അവസ്ഥയ്ക്ക് സാക്ഷി. ആ മൂന്നവസ്ഥകൾക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ ഉറങ്ങാതെ ഉണർവുമയനായിരിക്കുന്ന ആ ചൈതന്യം. ഞാൻ നടക്കുമ്പോൾ എന്നിൽ നടക്കാതിരിക്കുന്നവൻ, ഞാൻ ഓടുമ്പോൾ എന്നിൽ ഓടാതിരിക്കുന്നവൻ,
ഞാൻ ഉണ്ണുമ്പോൾ എന്നിൽ ഉണ്ണാതിരിക്കുന്നവൻ ആര്? ആ സാക്ഷി ചൈതന്യം, സർവവ്യാപിയായ ആ ചൈതന്യം. അത് എന്നിൽ മാത്രമല്ല, എന്നിലും അവനിലും അവളിലും, ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം. നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന അവിനാശിയായ ആ വസ്തു, ഒരിക്കലും നശിക്കാത്ത ആ വസ്തു, ആ ഒരിക്കലും നശിക്കാത്ത ആ വസ്തുവാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ആരുടെ ശ്രദ്ധയാണോ അതിൽ ഉറയ്ക്കുന്നത്, അതിൽ ഉറപ്പ് നേടുന്നത്, അതിൽ സ്ഥിതി നേടുന്നത്, അവനാണ് മരണമില്ലാത്തവനാകുന്നത്. മരിക്കാതിരിക്കുന്ന വിദ്യ ആത്മവിദ്യ, ബ്രഹ്മവിദ്യ. നിങ്ങൾക്ക് മരിക്കാതിരിക്കാം, പക്ഷേ നിങ്ങളുടെ ശരീരം അടർന്നു വീഴും. അതിന് സമയമുണ്ട്, ഇത്ര കാലം വരെ എന്ന് അനുവദിച്ചിട്ടുണ്ട്. പത്താമത്തെ വയസ്സിലാണ് തീരേണ്ടത് എങ്കിൽ 10ാമത്തെ വയസ്സിൽ തീർന്നിരിക്കും. 80ാമത്തെ വയസ്സിലാണ് തീരേണ്ടത് എങ്കിൽ 50ാമത്തെ വയസ്സിൽ സാക്ഷാത്കാരം നേടി. എന്താ സാക്ഷാത്കാരം? നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അറിവ്. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനല്ല. ഞാനെന്ന് പറയുന്നത് ഈ ശരീരത്തിനകത്ത് ഇരുന്നു കൊണ്ട് ഈ ശരീരത്തിലെ ജാഗ്രത അവസ്ഥയെയും സ്വപ്നാവസ്ഥയെയും സുഷുപ്തി അവസ്ഥയെയും ഒക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങുമ്പോൾ പോലും ഉറങ്ങാതെ ഈ ശരീരത്തിനകത്ത് സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം, അത് ഈ ശരീരത്തിൽ മാത്രമല്ല, ഈ ശരീരത്തിലും സർവശരീരങ്ങളിൽ കൂടിയും വ്യാപിച്ചു നിൽക്കുന്ന സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ആ പരമേശ്വര ചൈതന്യം, ആ സർവേശ്വര ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ യഥാർത്ഥ ഞാൻ. ഒത്തിരി ബഹുമാനം കൊടുത്താണ് നമ്മളതിനെ താൻ, തന്നിലെ താൻ എന്ന് പറയുന്നത്. ഞാനും താനും രണ്ടും വേർതിരിച്ചറിയണം. മുണ്ടകോപനിഷത്തിൽ പറയുന്ന ദ്വാ സുവർണ സൈജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതെ, ശരീരമാകുന്ന വൃക്ഷത്തിലിരിക്കുന്ന 2 പക്ഷികൾ. ഒന്ന് ഞാനെന്ന് പറയുന്ന പക്ഷി, അത് കണ്ടത് കടിയത് കൊത്തിപ്പറിച്ചുകൊണ്ട് ഇങ്ങനെ സുഖിയായിട്ടും ദുഃഖിയായിട്ടും കഴിയുന്നു. ഞാൻ, നമ്മുടെ ജീവിതം, ഓരോരുത്തരുടെയും ജീവിതം, ഏതെല്ലാം തരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, എന്തെല്ലാം കർമ്മങ്ങളിലൂടെയാണ് നമ്മൾ നിരന്തരം കടന്നു പോകുന്നത്, സുഖിയായിട്ടും ദുഃഖിയായിട്ടും കഴിയുന്നത് ഞാനാകുന്ന പക്ഷി. മറ്റത് താൻ, ഒന്നും ചെയ്യുന്നില്ല, ഒന്നും കൊത്തിപ്പറക്കുന്നില്ല, എല്ലാത്തിനും സാക്ഷിയായിട്ടിരിക്കുന്ന ആ ചൈതന്യം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് ഈ ജാഗ്രത അവസ്ഥയിൽ മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടുന്ന അവസരത്തിൽ എത്രയോ പ്രാവശ്യം നിങ്ങൾ പട്ടിയായിട്ടും പൂച്ചയായിട്ടും മാക്രിയായിട്ടും എലിയായിട്ടും ഏതെല്ലാം ശരീരങ്ങളിൽ കൂടി ജീവിച്ചിരിക്കുന്നു. ഇതൊക്കെ ഉള്ളത് തന്നെയാണോ സ്വാമി? പിന്നെന്താ ഉള്ളതല്ലാത്തതാകുന്നത്? ഇതൊക്കെ പട്ടിയ ഉണ്ടല്ലോ, പൂച്ച ഉണ്ടല്ലോ, പൂച്ച ഉള്ളതുപോലെ തന്നെ നമ്മളും ഉള്ളത്, ഞാനുള്ളതുപോലെ തന്നെ ആനയും പട്ടിയും പൂച്ചയും ഒക്കെ ഉള്ളത്. അത് ചാകുമ്പോൾ എന്താ, പട്ടി ചാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പട്ടിയുടെ ശരീരത്തിനകത്തിരിക്കുന്ന ജീവൻ പിരിയുന്നു, പട്ടിയുടെ ശരീരത്തിനകത്തുള്ള ഞാൻ പിരിയുന്നു. പക്ഷേ മനുഷ്യന് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് അവൻ ഞാനെന്നും താനെന്നും ഒക്കെ അഭിമാനിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പട്ടിക്കത് പറയാൻ കഴിയില്ല. പക്ഷേ അത് അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയുന്നുണ്ടായിരിക്കും എന്നാണ് നമ്മുടെ പക്ഷം. പറയാനറിയില്ല, തിരിച്ചറിവില്ലാത്തത് കൊണ്ട് പറയാനറിയില്ല. പക്ഷേ അത് എല്ലാം അറിയുന്നുണ്ട്. പക്ഷേ പ്രകടിപ്പിക്കാനുള്ള ശേഷി മനുഷ്യ ശരീരത്തിൽ മാത്രമേ ഉള്ളൂ, തിരിച്ചറിവ്. അതുകൊണ്ട് തിരിച്ചറിവുള്ള ഈ സന്ദർഭത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാനായി ഞാൻ ഇതല്ല അതാണ് എന്ന് ബോധിച്ച് ആ അറിവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ
നമ്മുടെ മുഴുവൻ ശ്രദ്ധയെയും അതിൽ കൊടുത്ത് അതിൽ ബലവാനാകണം, അതിൽ പ്രതിഷ്ഠിതനാകണം, തൻ്റെ പ്രജ്ഞ അതിൽ സ്ഥിതി നേടണം. അതാണ് സ്ഥിതപ്രജ്ഞൻ, സ്ഥിരപ്രജ്ഞൻ. 50-ാമത്തെ വയസ്സിൽ ആ നില നേടിയ ഒരാളിന് വീണ്ടും 80 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ടി വരുന്നു എങ്കിൽ അത് പ്രാരബ്ധം. ആ 80 വയസ്സ് വരെ ജീവിച്ചേ ഒക്കൂ. അതേസമയത്ത് ശങ്കരാചാര്യ സ്വാമികളൊക്കെ എത്രാമത്തെ വയസ്സിലാണ്? 32. വിവേകാനന്ദൻ അദ്ദേഹം സാക്ഷാത്കാരം നേടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സാക്ഷാത്കാരം നേടിയിട്ടില്ല എന്നേ പറയാനൊക്കൂ. കാരണം അദ്ദേഹം പൂർണ്ണമായിട്ടും തന്നെ അതിനു വേണ്ടി സമർപ്പിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഞാൻ സ്വീകരിച്ച മാർഗം തെറ്റായിപ്പോയി എന്ന് വിവേകാനന്ദ സ്വാമികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതേസമയത്ത് രാമകൃഷ്ണ പരമഹംസൻ സാക്ഷാത്കാരം നേടിയ ആളായിട്ട് പോലും രോഗം, കണ്ഠത്തിൽ ക്യാൻസർ രോഗവുമായിട്ട് പ്രാരബ്ധം തീരുവോളം ആ ശരീരത്തിൽ ജീവിക്കേണ്ടി വന്നു. എല്ലാവരുടെയും സ്ഥിതി അതുപോലെ തന്നെയാണ്. സാക്ഷാത്കാരം നേടിയ ആളെന്ന് പറയുന്നത് രമണ മഹർഷി സാക്ഷാത്കാരം നേടിയ ആളാണ്. അദ്ദേഹത്തിനും അതുപോലെ തന്നെ ക്യാൻസർ ബാധിച്ചാണ് അദ്ദേഹത്തിനും മരിക്കേണ്ടി വന്നത്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ബാലകൃഷ്ണൻ നായർ സാറ്, പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ ആത്മസാക്ഷാത്കാരം നേടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെയും ജീവിതം പ്രാരബ്ധം തീരുവോളം അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വന്നു. ഇനി അദ്ദേഹത്തിന് ജന്മമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാവരെ സംബന്ധിച്ചും അത് ശക്തിയോടുകൂടി പറയാൻ സാധിക്കില്ല. രമണ മഹർഷിയെ സംബന്ധിച്ചിടത്തോളം ശക്തിയായിട്ട് പറയാം, യെസ്. എന്നാൽ രാമകൃഷ്ണദേവൻ പറഞ്ഞിരുന്നു, എനിക്ക് ഇനിയും ഒരു ശരീരത്തിൽ ജനിക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ജനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ, നില ഒക്കെ വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് ജനിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ആ സാക്ഷാത്കാര നിലയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ബാലകൃഷ്ണൻ നായർ സാറും അതുപോലെ തന്നെയാണ്. ആ നില നമുക്ക് ആർജിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? നിശ്ചയമായിട്ടും സാധിക്കും, നിശ്ചയമായിട്ടും സാധിക്കും, ഒരു സംശയവുമില്ല. എന്താ വേണ്ടത്? ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അറിവ് നിങ്ങളിൽ ഭദ്രമാക്കണം, സ്ഥിരപ്പെടുത്തണം. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടിക്കൃഷ്ണനോ ഔസേപ്പോ ബഷീറോ അല്ല. നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം. ഏത്? എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. അതിനെ കാണാതെ കാണണം. അതിനെ കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയരുത്. വൈദ്യുതിയെ കണ്ടിട്ടാണോ നിങ്ങൾ വൈദ്യുതി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത്? ബൾബ് കത്തുമ്പോൾ നിങ്ങൾ പറയുന്നു കറണ്ടുണ്ട്, വൈദ്യുതി ഉണ്ട്. ഈ മൈക്കിൻ്റെ പ്രവർത്തനം നിലച്ചാൽ അപ്പോൾ പറയുന്നത് എന്താണ്? കറണ്ട് പോയി. വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മൾ പറയും കറണ്ട് വന്നു. പോയതും വന്നതുമൊക്കെ കണ്ടിട്ടാണോ നമ്മൾ പറയുന്നത്? ഇല്ല. ഉപാധിയുടെ ചലനത്താൽ ഉപാധിഗതമായിട്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. അതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യത്തെ ഇതുപോലെയുള്ള സത്സംഗങ്ങളിലൂടെ ബോധിച്ച് ഉണ്ടെന്ന് മനസ്സിലാക്കി, എന്താ മനസ്സിലാക്കാൻ എന്താ പാട്? എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കല്യാണം കഴിച്ചിരുന്ന ആ ദിവസം, എന്താ അതിൻ്റെ പേരെന്താ?
കല്യാണം നടക്കുന്ന കല്യാണ മണ്ഡപത്തിലിരിക്കുന്ന അവസ്ഥയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്തെടുക്കാൻ സാധിക്കുമല്ലോ. കാരണം എന്താ? ആ സാക്ഷി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനൊക്കെ സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. എല്ലാം നമുക്ക് കാണിച്ചു തരും, എല്ലാം നമുക്ക് ബോധിപ്പിച്ചു കൊണ്ടിരിക്കും ആ സാക്ഷി ചൈതന്യം. ഏത് വേണമെങ്കിലും. ഇന്നത്തെ കമ്പ്യൂട്ടറൊക്കെ ദൂരെ നിൽക്കും, നമ്മളൊന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ മതി, എല്ലാം നമ്മുടെ മുമ്പിൽ ചിത്രമായിട്ട് വന്ന് നിൽക്കും. നമ്മുടെ വിദ്യാഭ്യാസകാലം മുഴുവനും, കുട്ടിക്കാലം മുഴുവനും ഏത് സംഭവം വേണമെങ്കിലും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും. നമ്മുടെ ആ മനസ്സാകുന്ന സ്ക്രീനിൽ വന്ന് നിൽക്കും, കാണിച്ചു തരും. അതിനുള്ള സർവ്വ വകുപ്പുകളും നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിൻ്റെയൊക്കെ ആധാരത്തിലാണ്, ഇതിനെയൊക്കെ വിശകലനം ചെയ്താണ് കമ്പ്യൂട്ടറൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്തെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടോ അതൊക്കെ ഈ മനുഷ്യ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് എല്ലാം. ഇനിയും എന്തെല്ലാം കാര്യങ്ങൾ കണ്ടുപിടിക്കാനിരിക്കുന്നു, എന്തെല്ലാം ഇനിയും കണ്ടുപിടിക്കാനിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് 50 വയസ്സിൽ സാക്ഷാത്കാരം നേടിയാൽ 80 വയസ്സ് വരെ ജീവിക്കാൻ അവന് പ്രാരബ്ധം പ്രകാരം വിധിയുണ്ടെങ്കിൽ അത്രയും കാലം ജീവിച്ചേ ഒക്കൂ. ശരീരം വെടിയാനൊന്നും പറ്റില്ല. അപ്പോൾ രാമതീർത്ഥർ ഗംഗോത്രിയിൽ ശരീരം വെടിഞ്ഞല്ലോ. വെടിഞ്ഞു. പ്രാരബ്ധാനുസാരം വെടിയാൻ അപ്പോഴാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വെടിഞ്ഞു. അദ്ദേഹം ശരീരത്തെ വെടിഞ്ഞു. ശ്രീരാമൻ ഗംഗയിൽ സമുദ്രത്തിൽ നിക്ഷേപിച്ചു. സരയൂ നദിയിൽ വിക്ഷേപിച്ചു. ഇതെല്ലാം പ്രാരബ്ധാനുസാരം സംഭവിക്കുന്നതാണ്. ആ പ്രാരബ്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കുമുണ്ട്. ജ്ഞാനിക്കും ഉണ്ട് എന്ന് പറയാം എന്നുള്ളതല്ലാതെ ജ്ഞാനിക്ക് ഇല്ല. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഉണ്ട്. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരാളിന് 3 ഭാര്യമാരുണ്ട്. അയാൾ മരിച്ചു പോയാൽ 3 ഭാര്യമാരും വിധവകളല്ലേ? അതോ ഒരാൾ സുമംഗലിയായിരിക്കുമോ? അതുപോലെ പ്രാരബ്ധം, സഞ്ചിതം, ആഗാമി എന്ന് പറയുന്ന 3 കർമ്മങ്ങളും ഒരാൾ സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ ഞാൻ ഭാവത്തിൽ നിന്ന് മരിച്ചു പോയാൽ പിന്നെ ഇല്ല. പ്രാരബ്ധവും ജ്ഞാനിക്കില്ല. പക്ഷേ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്കുള്ളതുപോലെ കാണപ്പെടുന്നത് കൊണ്ടാണ്. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ജ്ഞാനി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവിലേക്ക് ഉണർന്ന് ആരാണോ ആ ഉണർവ് നിലയിൽ തന്നെ 24 മണിക്കൂറും തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവൻ. അപ്പോഴും അവൻ ഭാര്യ, മക്കൾ, കുടുംബം എല്ലാത്തിൻ്റെയും നടുവിൽ ജീവിച്ചു കൊണ്ടിരിക്കും. മക്കൾ വന്ന് അമ്മ അമ്മ എന്ന് വിളിക്കുന്ന അവസരത്തിൽ മക്കളെ എന്ന് വിളിച്ച് മറുപടി പറയും. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഇരിക്കുമ്പോഴും അവൻ്റെ മനസ്സ് ഉള്ളിൻ്റെ ഉള്ളിൽ ആരും എൻ്റെ മക്കളുമല്ല, ആരും എൻ്റെ ഭർത്താവുമല്ല, ഞാൻ ആ ശുദ്ധസ്വരൂപം. ഏത് ശുദ്ധസ്വരൂപം? ആ സാക്ഷി ചൈതന്യം, എന്നിലെ സാക്ഷി ചൈതന്യം. അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ അറിവ് നിലയിലേക്ക് ഞാൻ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആ ഉണർവ് നിലയെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പ്രാരബ്ധാനുസാരം മക്കൾ വന്ന് അമ്മ എന്ന് വിളിക്കുമ്പോൾ അമ്മ എന്നുള്ള നിലയിൽ ഞാൻ ഭാവത്തിൽ അവിടെ മറുപടി പറയുകയും അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട്. ആ സമയത്തും അവർ എവിടെയാണ്? തന്നിലെ താനിൽ, തന്നിലെ ആ സാക്ഷി ചൈതന്യത്തിൽ. അവരെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്.
അതൊരു ലൗകികനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമായ കാര്യമാണ്, എന്നാൽ വളരെ ലളിതവുമാണ്. അതുകൊണ്ടാണ് ആളുകൾ ഇതെല്ലാം വിട്ടിട്ട് കാട് കയറുന്നത്. കാട് കയറിയ ഒരാളിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. മാനസ സരസിൽ കുളിച്ച് കയറിയപ്പോൾ അവിടെ ഒരാൾ വളരെ വേദനയോടുകൂടി കോപത്തോടുകൂടി ചീത്ത പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. സന്യാസിയാകാൻ വന്നയാൾ, കാഷായ വസ്ത്രം ധരിച്ചിരിക്കുന്നയാൾ. അയാൾ അവിടെ വന്ന് ഏതോ വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട് ആ വിദേശിയുടെ കയ്യിൽ നിന്ന് ഒരു ക്യാമറയൊക്കെ വാങ്ങിച്ച് അയാൾ കൊടുത്ത കുറേ പണവുമൊക്കെ സൂക്ഷിച്ച് ആ ചെറിയ കുടിലിനകത്ത് മണ്ണിൽ കുഴിച്ചിട്ടിരുന്നു, മറ്റാരും അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് ആരോ വന്ന് അടിച്ചു മാറ്റി. അതിൻ്റെ ദേഷ്യം. അപ്പോൾ മാനസ സരസിൽ ഇരുന്നിട്ട് പോലും, കൈലാസത്തിൽ ചെന്നെത്തിയിട്ട് പോലും അയാൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയില്ല. അതേ സമയത്ത് ലൗകിക ഭാവത്തിൽ വീട്ടിൽ ഭാര്യ, മക്കൾ, കുടുംബം എല്ലാത്തിൻ്റെയും നടുവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അറിവ് നിലയിലേക്ക് ആരാണോ ഉണർന്ന് സദാസമയവും ആ താൻ ഭാവത്തിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തിക്കൊണ്ട് ഭാര്യയോടും മക്കളോടും കുടുംബത്തോടും ഒപ്പം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവരൊന്നും എൻ്റെ മക്കളുമല്ല, ഭാര്യയുമല്ല, ഭർത്താവുമല്ല, ഞാൻ ആ ശുദ്ധ സ്വരൂപം, അതിന് ഭാര്യയുമില്ല മക്കളുമില്ല എന്ന ഭാവത്തിൽ സദാ ശിവോഹം 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 എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, മാ മനുസ്മര യുദ്ധ്യച, എന്നെ സദാ സ്മരിച്ചുകൊണ്ട്. എന്നെ എന്ന് പറഞ്ഞാൽ ആ എന്നെ എന്ന് പറയുന്ന ഞാൻ ആരാണ്? എന്നിലെ താൻ. ഈശ്വരൻ എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഉള്ളിൽ. ആ ഈശ്വരനെ കുറിച്ചാണ് ഇതുവരെയും പറഞ്ഞത്. എന്നിലെ താൻ, എന്നിലെ യഥാർത്ഥ ഞാൻ, ആ ശിവം, ആ മംഗളസ്വരൂപം, അതാണ് താൻ എന്ന് ബോധിച്ച് ആ നിലയിൽ ആരുടെ ശ്രദ്ധയാണോ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് അയാൾ ഈശ്വരനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അയാൾ ഈശ്വരൻ തന്നെ. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി ന മേ സച പ്രണശ്യതി. ഞാൻ അവനും ഇല്ലാതാകുന്നില്ല, അവൻ എനിക്കും ഇല്ലാതാകുന്നില്ല. ആ ഏതവസ്ഥയിൽ? എന്നെ എല്ലാവരിലും കാണുകയും എല്ലാവരെയും എന്നിൽ കാണുകയും ചെയ്യുന്നത്. ആ എന്നിൽ എന്ന് പറയുന്ന ഞാൻ എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങളിലെ താൻ ഭാവത്തിലിരിക്കുന്നു. തന്നിലെ താൻ, ആ സാക്ഷി ചൈതന്യം, അതിലേക്കാണ് നിങ്ങൾ നിങ്ങളെ ഉദ്ധരിപ്പിക്കേണ്ടത്. പ്രിയമുള്ളവരെ, മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം. മനസ്സിലാകാൻ ഒരു പാടുമില്ല. നിങ്ങളുടെ ഉള്ളിലെ ആ സാക്ഷി ചൈതന്യം, ത്രിഷു ധാമസു യത് ഭോക്ത ഭോഗ്യം ഭോഗസ്യ യത് ഭവേത് തേഭ്യോ വിലക്ഷണഃ സാക്ഷി. ആ ശിവം, ആ മംഗളസ്വരൂപം, ചത്തുപോകുമ്പോൾ ഈ ശരീരം വിട്ടുപോകുന്ന ആ സത്തായ വസ്തു, സത്തുപോയി. അതാണ് നമ്മൾ ചത്തുപോയി ചത്തുപോയി എന്ന് പറയുന്നത്. ആ സത്ത് പോകുന്നതിന് മുൻപ് ആ സത്തായ വസ്തുവാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ആരാണോ ബോധിച്ച് അതിലേക്ക് തൻ്റെ പ്രജ്ഞയെ, തൻ്റെ ശ്രദ്ധയെ ഉറപ്പിക്കുന്നത്, നിരന്തര വിചാരത്തിലൂടെ അതിനെ ബലപ്പെടുത്തുന്നത്, അതിൽ സ്ഥിതി നേടുന്നത്, അവനാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്താവസ്ഥയിലേക്ക് ഉയരുന്നത്. ആർക്കുമാകാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കുമാകാം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമാകാം. നീ ഏത് മതസ്ഥനായാലും ശരി, നീ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ പാഴ്സിയോ സിക്കോ ആരോ ആയിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും തന്നിലെ തന്നെ തിരിച്ചറിഞ്ഞ് തൻ്റെ യഥാർത്ഥ സ്വരൂപം ഇന്നതാണെന്ന് ബോധിച്ച്
ആ ബോധനിലയിൽ തന്നെ ആർക്ക് തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്താൻ സാധിക്കുന്നുവോ, അതിൽ നിന്ന് ആരാണോ ഒരു സെക്കൻഡ് പോലും വ്യതിചലിക്കാതിരിക്കുന്നത്, അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്താവസ്ഥയിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അവനെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. ആർക്കുമാകാം, ആർക്കും. അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള യാതൊരു വ്യത്യാസവുമില്ല. ബുദ്ധനൊക്കെ സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കാൻ മടിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തെറ്റാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സ്വഭാവം അനുസരിച്ച് കൊടുത്താൽ അതുകൊണ്ട് മാർഗം, കാരണം സ്ത്രീകൾ എപ്പോഴും അന്യരിലാണ് വസിക്കുന്നത്. ഒന്നുകിൽ മകനിൽ, അല്ലെങ്കിൽ മകളിൽ, അല്ലെങ്കിൽ ഭർത്താവിൽ, അല്ലെങ്കിൽ സഹോദരങ്ങളിൽ. തന്നിൽ ആരും വസിക്കുന്നില്ല. സ്ത്രീകൾ എപ്പോഴും അന്യരിലാണ് വസിക്കുന്നത്. അതേസമയത്ത് പുരുഷൻ തന്നിലാണ് വസിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പുരുഷ ആൻഡ് സ്ത്രീ. സ്ത്രീകൾ എപ്പോഴും അന്യഭാവത്തിലാണ് ഇരിക്കുന്നത്. അവരെപ്പോഴും ഒന്നുകിൽ ഭർത്താവിലായിരിക്കും അവർ വസിക്കുന്നത്, അല്ലെങ്കിൽ മകനിൽ, അല്ലെങ്കിൽ മകളിൽ, അല്ലെങ്കിൽ സഹോദരങ്ങളിൽ. തന്നിൽ വസിക്കുന്നില്ല. അതേസമയത്ത് പുരുഷൻ തന്നിലാണ് വസിക്കുന്നത്. സദാസമയവും തന്നിൽ തന്നെയാണ്. ആ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കാതിരുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ പുരുഷൻ്റെയും മാർഗം തെറ്റിച്ചു കളയും എന്നുള്ള ഭയത്താലാണ് സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കാതിരുന്നത്. എന്നാൽ ബുദ്ധൻ്റെ ചെറിയമ്മ ഗൗതമി വന്നാവശ്യപ്പെട്ടപ്പോൾ ബുദ്ധനെ കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ബുദ്ധൻ ദീക്ഷ കൊടുത്തു. ദീക്ഷ കൊടുത്തപ്പോൾ ബുദ്ധൻ പറഞ്ഞു, എൻ്റെ മതം 5000 വർഷം നീണ്ടു നിൽക്കും എന്ന് ഞാൻ കരുതിയിരുന്നു. ഇപ്പോൾ സ്ത്രീക്ക് ദീക്ഷ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് 500 വർഷം നിലനിന്നാൽ ആയി എന്നാണ് ബുദ്ധൻ അന്ന് പറഞ്ഞത്. ഇന്നിപ്പം ബുദ്ധമതം ഇല്ലല്ലോ. ഉണ്ടെങ്കിലും ഇല്ല, നശിച്ചതുപോലെയായി. അപ്പോൾ ബുദ്ധൻ അന്ന് പറഞ്ഞത് എത്രത്തോളം ശരിയായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കാൻ പാടില്ല എന്നാണോ സ്വാമി പറയുന്നത്? അല്ല. ജ്ഞാനത്തിലേക്ക് ഉണരാൻ പുരുഷനും സ്ത്രീക്കും ഒരുപോലെ അവകാശമുണ്ട്. ഈ അറിവിലേക്ക് നിങ്ങൾക്ക് നിഷ്പ്രയാസം തന്നെ ഉദ്ധരിപ്പിക്കാം. കേൾക്കുക. അതാണ് ശ്രവണം തു ഗുരോഹപൂർവം ശുകരഹസ്യോപനിഷത്ത് പറയുന്നത്. ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. പൂർണ്ണ ബോധത്തിലേക്ക് വരണം. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത് എന്ന് ഒരു സ്ത്രീക്ക് ഉറച്ച് വിശ്വസിച്ച് അതിൽ സ്ഥിതി നേടാൻ ആയാൽ എന്താ വ്യത്യാസം പുരുഷനും സ്ത്രീക്കും തമ്മിൽ? ഒരു വ്യത്യാസവുമില്ല. പുരുഷൻ നേടുന്ന അതേ സിംഹാസനത്തിൽ സ്ത്രീക്കും യാതൊരു സങ്കോചവും കൂടാതെ കയറിയിരിക്കാം. വേണ്ടത് ഈ അറിവ് നില. അതാണ് നേരത്തെ പറഞ്ഞത് സ്വപ്നകർമ്മവത്. സ്വപ്നത്തിലെ കർമ്മങ്ങളൊക്കെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഏതു പ്രകാരമാണോ ഇല്ലാത്തതായി തീരുന്നത് അതുപോലെ ഈ മാർഗത്തിലേക്ക്, ഈ തത്വത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നീ സ്ത്രീ അല്ല. അല്ലേ? ഈ തത്വത്തിലേക്ക് നീ തത്വജ്ഞാനിയായി കഴിഞ്ഞാൽ പിന്നെ നീ സ്ത്രീ അല്ല, പുരുഷനുമല്ല. നീ ആ ബ്രഹ്മമാണ്. അതാണ് അഹം ബ്രഹ്മേതി വിജ്ഞാനാത് കൽപ്പകോടി ശതാർജിതം സഞ്ചിതം വിലയം യാതി പ്രബോധാത് സ്വപ്നകർമ്മവത്. യോഗശിഖോപനിഷത്തിൽ ഒരു മന്ത്രം പറയുന്നുണ്ട്.
ഈ ലോകം ഉള്ളതുപോലെ കാണപ്പെടുന്നല്ലോ. അനുഭൂതേയപ്യയം ലോകോ വ്യവഹാരക്ഷമോ അപി സൻ അസത് രൂപോ യഥാ സ്വപ്ന ഉത്തരക്ഷണബാധിത. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം, ഉള്ളതുപോലെ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം ഉള്ളതല്ലേ എന്ന് നിങ്ങൾക്ക് സംശയം വരും. അതെല്ലാം സ്വപ്ന ദൃശ്യങ്ങൾ പോലെ, പ്രബോധാത് സ്വപ്നകർമ്മവത്. ആ വസ്തുബോധത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ, ഞാൻ ഭാവത്തിലിരിക്കുന്ന അവസരത്തിൽ ഇതെല്ലാം സത്യം. എന്നാൽ ഏതൊരാളാണോ തന്നെ തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉദ്ധരിപ്പിക്കുന്നത്, ഉയർത്തുന്നത്, അയാൾ ഉണർന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്? സ്വപ്നകർമ്മവത്, പ്രബോധാത് സ്വപ്നകർമ്മവത്. ഉറക്കത്തിലിരിക്കുന്നവൻ, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവൻ ആ സ്വപ്നത്തിൽ നിന്നുണർന്നാൽ ആ സ്വപ്നത്തിലെ കർമ്മങ്ങളും ലോകവുമൊക്കെ ഏതു പ്രകാരം ഇല്ലാത്തതായി തീരുന്നുവോ അതുപോലെ ഈ ജാഗ്രത അവസ്ഥയിൽ ഏതൊരാളാണോ തന്നിലെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ച് സർവ്വ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സർവേശ്വര ചൈതന്യമാണ് ഞാനെന്നുള്ള ബോധത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദിവ്യഭാവത്തിലേക്ക് ഉയരുന്നു, ഈശ്വരത്വത്തിലേക്ക് ഉയരുന്നു, ഈശ്വരനായിത്തീരുന്നു. ഇത് മറ്റു മതസ്ഥർക്ക് ദഹിക്കില്ല. എങ്ങനെ ഒരു ജീവന് ഈശ്വരനാകാൻ സാധിക്കും? അനൽ ഹക്ക് അനൽ ഹക്ക് അനൽ ഹക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സൂഫി സന്യാസിയെ ഓരോ ഭാഗമായിട്ട് വെട്ടിക്കൊന്നു. അദ്ദേഹം അനൽ ഹക്ക് അനൽ ഹക്ക്, എന്താ ഞാനതാവുന്നു, അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ അൽ ഹിലാദ് മൻസൂർ എന്ന് പറയുന്ന സൂഫി സന്യാസിയെ അവരുടെ മതം അത് അനുവദിക്കുന്നില്ല. ജീവന് ഈശ്വരനാകാൻ പറ്റുകയില്ല. ഞാൻ ഈശ്വരനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ എല്ലാം കൊല്ലുന്ന രീതിയാണ് അവർക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ ഹിന്ദുക്കളെയും കൊല്ലേണ്ടി വരുമല്ലോ. സനാതന ധർമ്മം പറയുന്നത് അഹം ബ്രഹ്മാസ്മി, ഞാൻ ആ ബ്രഹ്മം തന്നെയാകുന്നു, ഞാൻ ആ ഈശ്വരനാകുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും ഈശ്വരത്വത്തിലേക്ക് ഉയരാനാണ് നമ്മൾ പ്രേരിപ്പിക്കുന്നത്. ഞാനിതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് ബോധിച്ച് ആ ബോധനിലയിലേക്ക് ഉയരാനുള്ള വളർച്ച ഇതര മതങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന കാര്യം അവർ അറിയേണ്ടതുണ്ട്. അല്ലാതെ ആ നിലയിലേക്ക് ഉയർന്നിട്ടുള്ള ആളുകളെ വെട്ടിക്കൊല്ലുകയല്ല വേണ്ടത്. ആ അറിവിലേക്ക് നിങ്ങളും ഉയരുകയാണ് വേണ്ടത്. കാരണം എന്താ? ഉയരാനുള്ള മാർഗം നിങ്ങളിൽ തന്നെ ഉണ്ട്, നിങ്ങൾ അറിയുന്നില്ല. യേശുക്രിസ്തു പറയുന്നത് പോലെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ തന്നെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. നീ തന്നെ ഈശ്വരനായിട്ടിരിക്കുന്നു. ആ ഈശ്വരനിലേക്ക് എത്തുന്നതിനെക്കുറിച്ചുള്ള മാർഗമാണ് നമ്മൾ അദ്വൈതാനുഭൂതിയിലൂടെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഈ കിട്ടിയിരിക്കുന്ന മഹത്തരമായ മനുഷ്യജന്മത്തെ പാഴാക്കി കളയരുത്. ഈ നാമരൂപധാരിയായ ഞാനാണ് യഥാർത്ഥ ഞാൻ എന്ന് തെറ്റിദ്ധരിച്ച് ആ നാമരൂപധാരിയുടെ ആശകൾക്കും ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുഴുവനും പാഴാക്കി കളയരുത്. തിരിച്ചറിവോടുകൂടി ഈ ഞാനിൽ തന്നെ ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ഈശ്വര ചൈതന്യം, തന്നിലെ യഥാർത്ഥ ഞാൻ, തന്നിലെ താൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാവത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും
ഇപ്പോൾ തന്നെ മാറണം. മാറാനായിട്ടൊരു പാടുമില്ല. ഞാൻ അതാണെന്ന് വിശ്വസിച്ചാൽ മാത്രം മതി, അതാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ആ ഈശ്വരൻ അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയവനാണ്. അറിവേ സ്വരൂപം. എന്നിലെ ഞാൻ ഈ നാമരൂപധാരിയല്ല, നാമരൂപരഹിതമായ സർവ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവേശ്വര ചൈതന്യം. ഇതിനെ പൈങ്കലോപനിഷത്ത് പറയുന്നു, സ്വജ്ഞദൃഷ്ട്യാ സ്വാത്മാനം യഃ പശ്യതി സ്വജ്ഞദൃഷ്ട്യ. ജ്ഞദൃഷ്ടി എന്ന് പറഞ്ഞാൽ ജ്ഞാനദൃഷ്ടി. ഇവിടെ പറഞ്ഞ ഇതേ കാര്യങ്ങൾ അറിവിലൂടെ തന്നിലെ താൻ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. അറിവാകുന്ന നേത്രം തുറന്ന് അതിനെ കാണാതെ കാണണം. എന്നിലെ താൻ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന തന്നിലെ താൻ, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ. അതാണ് സ്വജ്ഞദൃഷ്ട്യ, ജ്ഞാനദൃഷ്ട്യ സ്വാത്മാനം യ പശ്യതി. ആരാണോ കാണുന്നത് അവൻ സഹ അയം സ്വ ഉപാധി വിനിർമുക്ത ഘടാകാശവത് സ്വമാത്രം അവശിഷ്യതി. ഉപാധി വിനിർമുക്ത ഘടാകാശവത്. ഒരു കുടം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ആ കുടത്തിനകത്തൊരാകാശമുണ്ട്. അതിനെയാണ് ഘടാകാശം എന്ന് പറയുന്നത്. ഘടം, കുടം. ആ ഘടത്തിനകത്തിരിക്കുന്ന ആകാശം, ഘടത്തിനകത്തും ആകാശമുണ്ട്, വെളിയിലും ആകാശമുണ്ട്. ആ കുടത്തിനകത്തിരിക്കുന്ന ആകാശത്തെ കുടാകാശം എന്ന് പറയുന്നു, ഘടാകാശം എന്ന് പറയുന്നു. വെളിയിലുള്ള ആകാശം മഹാകാശം, ബാഹ്യാകാശം. എന്നാൽ കുടമൊന്ന് ഉടച്ചു കളഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? കുടത്തിനകത്തുണ്ടായിരുന്ന കുടാകാശം ഇല്ലാതാകും. കുടമുണ്ടായിരുന്നപ്പോഴാണ് അതിനകത്തുള്ള ആകാശത്തിന് ഘടാകാശം എന്നൊരു പേര് കൊടുത്തു ഉള്ളതല്ലാതെ അങ്ങനെ ഒരു ആകാശമേ ഇല്ല. ആ ഘടാകാശമായിരുന്നപ്പോഴും ഘടാകാശമായിരുന്നപ്പോഴും അത് മഹാകാശം തന്നെയായിരുന്നു. അതുപോലെ ഈ ശരീരത്തിനകത്ത് ജീവാത്മാവായിട്ടിരിക്കുമ്പോഴും നമ്മൾ ആ പരമാത്മാവ് തന്നെയാകുന്നു. നാമരൂപഭാവത്തിൽ, ജീവാത്മഭാവത്തിൽ ഈ ശരീരത്തിലിരിക്കുന്ന ആ ജീവാത്മാവ് പരമാത്മാവ് തന്നെയാകുന്നു. ഈ ശരീരമാകുന്ന ഉപാധി ഇല്ലാതായാൽ പരമാത്മാവ് തന്നെയാണ്. എന്നാൽ ആ പരമാത്മാവ് ബ്രഹ്മമാകണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ തന്നെ ആ നിരാകാര സ്വരൂപവുമായിട്ട് അറിവിലൂടെ ചേരണം, യോജിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. സ്വജ്ഞദൃഷ്ടിയ, സ്വജ്ഞദൃഷ്ടിയ, തന്നിലെ ജ്ഞാനദൃഷ്ടി കൊണ്ട്. ആ ജ്ഞാനദൃഷ്ടി എങ്ങനെയാണ് കിട്ടുന്നത്? ഇതുപോലെയുള്ള സത്സംഗങ്ങളിലൂടെ കേട്ട് 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 ആ അറിവുണ്ടായി. ആ അറിവിൻ്റെ ബലത്തിൽ ഞാനെന്ന് പറയുന്നത് ആ സാക്ഷി ചൈതന്യം, ആ പരബ്രഹ്മ തത്വം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാവത്തിലേക്ക് തൻ്റെ അറിവാകുന്ന നേത്രം ഉപയോഗിച്ച് അവനെ കാണാതെ കാണണം. സ്വജ്ഞദൃഷ്ട്യ സ്വാത്മാനം യ പശ്യതി സോ അയം ഉപാധി വിനിർമുക്ത ഘടാകാശവത്. ഉപാധിയിൽ നിന്ന് കുടം പൊട്ടിയതിന് ശേഷം ഇല്ലാതായ ഘടാകാശം പോലെ. ഘടാകാശം എന്തായിട്ട് മാറി? മഹാവെളിയിലുള്ള ആകാശമായിട്ട് മാറുന്നത് പോലെ തിരിച്ചറിവിലൂടെ ഈ ഞാനല്ല യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തന്നിലെ താൻ ആ പരമാത്മ ചൈതന്യമാണെന്നുള്ള ബോധത്തിലേക്ക് ഉണർന്നാൽ നിങ്ങൾ ജീവാത്മഭാവം വിട്ട് പരമാത്മഭാവത്തിലേക്ക് ഉയരുക തന്നെ ചെയ്യും. യാതൊരു സംശയവുമില്ല. ആ അറിവുനില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളും ശ്രദ്ധിക്കുക, നിങ്ങളും പ്രയത്നിക്കുക. ആ അറിവിനെ നിങ്ങൾ സ്വായത്തമാക്കുക, ആ അറിവിൽ തന്നെ ഉറച്ചിരിക്കുക. അതിനു വേണ്ടിയുള്ള ശ്രദ്ധ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.
ഓ